നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. JB ജംഗ്ഷനിലെ ഇന്നത്തെ അതിഥി ആരാണ്? മലയാള സിനിമാ തറവാട്ടിലെ അമ്മ, വെറും അമ്മയല്ല, അമ്മ മഹാറാണി. കവിയൂർ പൊന്നമ്മയെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാള സിനിമയുടെ ഒരു ചരിത്രമാണിത്. ഈ മുതൽ ഞങ്ങളുടെ ഒരു വലിയ ഒരു വിലപ്പെട്ട ഞങ്ങളുടെ വലിയൊരു പ്രോപ്പർട്ടിയാണ്. മലയാള സിനിമയെ കാച്ചി കുറുക്കിയെടുത്താൽ അതിൻ്റെ പേര് കവിയൂർ പൊന്നമ്മ എന്ന് പറയും. മലയാള സിനിമയുടെ എല്ലാ താള വഴികളിലൂടെയും സഞ്ചരിച്ച് ഇപ്പോഴും നിറസാന്നിധ്യമായിട്ട് 2 മാസമായിട്ട് പടം ചെയ്യുന്നില്ല. മാത്തുക്കുട്ടി കഴിഞ്ഞിട്ട് പിന്നെ പടം ചെയ്തില്ല. മോളുണ്ട് അവിടെ. മോള് പറയുന്നത് സിനിമ അഭിനയിക്കേണ്ട, ഒന്നിനും പോകണ്ട, മിണ്ടാണ്ട് ഇവിടെ ഇരുന്നാൽ മതി. ഒരുപാട് വർഷമായില്ലേ കിടന്ന് ഓടുന്നു, അപ്പോൾ ഇനി ഓടണ്ടെന്നാണ്. അഭിനയ രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 6 പതിറ്റാണ്ടായിട്ടുണ്ടാവും അല്ലേ? അല്ല, 53 വർഷം. 53 വർഷം. പിള്ളേരൊക്കെ പേടിക്കും. നാടകവും അവരുടെയൊക്കെ അച്ഛനമ്മ. പക്ഷെ എന്നാലും ചേച്ചിക്കൊന്നും വയസ്സായിട്ടില്ല കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇത് പുകഴ്ത്തിയതാന്ന് വിചാരിച്ചോ? പുകഴ്ത്തിയതാ അല്ല. എന്താ കാരണം എന്നറിയോ? മനസ്സ് വയസ്സായിട്ടില്ല. കറക്റ്റ്. അതാ ഞാൻ അതുള്ള കാര്യം പറയാലോ. വയസ്സായി എന്ന് വിചാരിച്ചാൽ പോയില്ലേ, തീർന്നു. എന്താ കാരണം? ഞാൻ ചേച്ചിയുടെ ടെലിവിഷൻ ഷോകൾ, മറ്റ് സംസാരങ്ങൾ, സ്റ്റേജ് ഷോസ് എല്ലാം കാണുമ്പോൾ ചേച്ചിയുടെ ആ സംസാരത്തിൻ്റെ യൗവനം ഞാൻ എപ്പോഴും തിരിച്ചറിയും. അതായത് ഇത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി, പ്രസരിപ്പ്. പിന്നെ 2 വാചകം പറഞ്ഞാൽ 1 വാചകം ചിരിയായിരിക്കും. എന്താ കാരണം? ഒരു വാചകം ചിരിയായിരിക്കും. അതായത് അത്രത്തോളം സന്തോഷം ചേച്ചിക്കുണ്ട്. സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ കരയിപ്പിച്ച് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പണ്ടൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളല്ലേ കിട്ടിയത്. പക്ഷേ ജീവിതത്തിനെ അതിൻ്റേതായ സൗഭാഗ്യത്തോടെ കാണാൻ കഴിയുന്ന, അങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയില്ല, വളരെ അപൂർവം പേർക്ക് പറ്റുള്ളൂ. അതിൽ ഒരാളാണ് ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ എല്ലാ അമ്മയായി. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമയിൽ അമ്മയായി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. അത് ആ അമ്മയെ പ്രേക്ഷകരും അമ്മയാക്കി മാറ്റും. ഇപ്പം മലയാളിയുടെ അമ്മ എന്നുള്ളൊരു പദവി പോലും ഞാനൊരു പരിപാടിയിൽ കൂടി അങ്ങോട്ട് പൊന്നമ്മ ചേച്ചിക്ക് ചാർത്തിരിക്കുകയാണ്. പക്ഷെ ഒന്ന് പിന്നോട്ട് മനസ്സൊന്ന് വായിച്ചു നോക്കി. പിന്നെ വായിക്കാം. ഒരു കൊച്ചുകുട്ടി 5-ാം വയസ്സിലൊക്കെ തന്നെ പാട്ട് പഠിക്കുന്നു. 14-ാം വയസ്സിൽ ആകസ്മികമായി തോപ്പിൽ ബാസിയും ദേവരാജ മാഷെല്ലാം വിളിച്ചുകൊണ്ട് അരങ്ങിലേക്ക് കയറ്റുന്നു. അന്ന് കരഞ്ഞു, പേടിച്ചിട്ട് അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? സുബലക്ഷ്മി ആകാൻ വേണ്ടി കൊതിച്ച ആള് അരങ്ങിലങ്ങോട്ട് അങ്ങ് വിലസി. ഒരു ചോദ്യം. പൊന്നമ്മ ആൻറ്റി നല്ലൊരു ഗായികയാണെന്ന് ഞങ്ങൾക്കറിയാം. സിനിമയിലും നാടകത്തിലുമൊക്കെ കുറേ പാടിയിട്ടുണ്ട്. ഇപ്പം JB ജംഗ്ഷനിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കാമോ? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ജലജ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് പറയാൻ? ജലജയുടെ ഒരു ആഗ്രഹം. ചുമ്മാ ഒറ്റ വരി മൂളിയാൽ മതി. ഉണ്ണിക്കണ്ണാവായോ, ഊഞ്ഞാലാടാൻ വായോ, അമ്മയ്ക്കു നീയൊരു മുത്തന്തായോ. മനോഹരമായിരിക്കണം. അത് വേണുചേട്ടൻ അങ്ങ് ചാഞ്ഞു. അതെ, ചുമലിലേക്ക്. ഇത് ഞാൻ പാടിയതാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ചേച്ചി പലപ്പോഴും ഈ പാട്ട് പാടാറുണ്ട്. എൻ്റെ ഫാൻസ് എന്ന് പറയുന്ന കൊച്ചു പിള്ളേരാണ്, കുഞ്ഞുങ്ങൾ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോകുമല്ലോ വിളക്ക് കത്തിക്കാനൊക്കെ. അപ്പോൾ അവർ പറയും ഇത് പാടാൻ. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പാടാറുണ്ടെന്നല്ലാതെ. ഒന്നാമത് ഒരുപാട് നാളായി ഒന്ന് ഉറച്ച് പാടിയിട്ടോ, പ്രാക്ടീസ് ചെയ്തിട്ടോ. പിന്നെ ഇപ്പോൾ ഇച്ചിരി കഫക്കെട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രുതി പാടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമല്ലേ. അത് പാടില്ല.
ചേച്ചി വളരെ ചെറുപ്രായത്തിലെ പാടിത്തുടങ്ങിയ ഒരാൾക്ക് പാട്ടിനോട് അങ്ങനെ അങ്ങോട്ട് അത് എനിക്ക് തോന്നുന്നു സ്റ്റേജിലേക്ക് വന്നതിന് ശേഷമാണ് സംഗീതം ഇങ്ങനെ വഴിമാറിപ്പോയത്. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ള അഭിനയത്തിൻ്റെ ആ തിരക്കിലും അതിൻ്റെ മിഴിവിലും സംഭവിച്ചു പോയത് സംഗീത ലോകത്ത് നിന്ന് അങ്ങ് പയ്യെ പിന്നിപ്പോയി. ചെറിയൊരു മനസ്താപം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം MS സുബ്ബലക്ഷ്മിയെ പോലെ ഞാൻ കച്ചേരിക്ക് പോയിട്ടുണ്ട്. MS സുബ്ബലക്ഷ്മിയെ പോലെ ആ ഒരു സ്വർണ്ണ വിഗ്രഹം പോലെയാണല്ലോ ആ സ്ത്രീ. അതെ. പട്ട് സാരി, തല നിറയെ പൂവ്, വൈരക്കമ്മൽ, വൈര നെക്ലസ് ഒക്കെ തങ്ക വിഗ്രഹം, കോട്ടയം തിരുനക്കര മൈതാനത്ത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സംഗീതപ്രിയനാണ്. അതുമാത്രമല്ല എന്നെ കൊണ്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് വലിയ വലിയ ആൾക്കാരുടെ കച്ചേരി കേൾക്കാനായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അന്ന് മനസ്സിൽ തോന്നിയതാണ് MS സുബ്ബലക്ഷ്മിയെ പോലെ വലിയ ആളാണെന്ന് എനിക്ക്. ഞങ്ങൾക്കൊരു MS സുബ്ബലക്ഷ്മിയെ നഷ്ടപ്പെട്ടു. ദേവരാജൻ മാഷും തോപ്പിൽ ബാസ് ചേട്ടനൊക്കെ കൂടി 14-ാം വയസ്സിൽ നാടക കളരിയിലേക്ക് പോകും. മൂലധനം ഒക്കെ അറിയാമല്ലേ? പിന്നെ പക്ഷെ കരഞ്ഞു, എനിക്കിത് വയ്യെന്ന്. ബാസേശൻ അപ്പം പറഞ്ഞത് എന്താണെന്നാണ്, എടി കൊച്ചേ, നീ വിചാരിക്കുന്ന മാതിരി ഇതൊന്നും മഹാസംഭവമൊന്നുമല്ല, ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. ആദ്യം കയറി പ്രോംപ്റ്റിങ് വന്നു, ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ഈസിയാന്ന് മനസ്സിലായി. ഞാനൊരു നല്ലൊരു അഭിനേത്രിയാണെന്നൊന്നും എനിക്കന്ന് തോന്നിയില്ല. രണ്ടാമത്തെ നാടകമായപ്പോഴത്തേന് ഒരു ദിവസം ദേവരാജനെയൊക്കെ ഒന്ന് ഭയങ്കര പേടിയാ കണ്ടാ പറയാം. എടി കൊച്ചേ കൊള്ളായിരുന്നു കേട്ടാ. ഫസ്റ്റ് സ്റ്റേജ് കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് പോലെയല്ല, ഞാൻ തിരിച്ചേ പറയുള്ളൂ. എനിക്ക് സിനിമയാണ് ഇഷ്ടം. ഇതൊരു ബാലപാഠം നാടക സ്റ്റേജ് എന്ന് പറയുന്നത്. എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷമാണ് അഭിനയിക്കണം അല്ലെ അഭിനയിക്കാൻ പഠിക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത്. ഞാൻ ചേച്ചിക്കുള്ളതെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ശോഭിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഈ പറഞ്ഞ നാടകത്തിൽ നിന്ന് വന്നവരാണ്. നാടകത്തിന്റെ ഒരു ശക്തി അവർ സിനിമയിൽ. അത് ശരിയാണ്. ഞാൻ ഒരു കളരി എന്ന് പറഞ്ഞല്ലോ, ബാലപാഠം ചെറിയ കളറി ആയിരുന്നില്ല. പ്രത്യേകിച്ച് O മാധവൻ ചേട്ടൻ്റെ ഒക്കെ കാളിദാസ കലാകേന്ദ്രത്തിൽ ഡോക്ടർ അൾത്താര, ജനനി ജന്മഭൂമി അത് കണ്ടിട്ടാണ് ദേവരാജൻ മാസ്റ്റർ പറഞ്ഞത്, കൊള്ളായിരുന്നു കേട്ടോടി വെച്ചെന്ന് പറഞ്ഞത്. അങ്ങനെ പറയുള്ളൂ, കൂടുതലൊന്നും പറയില്ല. ഇല്ല അതൊന്നും പറയില്ല. ഇത്രയും തന്നെ വളരെ പിശുക്കി അല്ലേ? അത് കേട്ടപ്പോൾ ചേച്ചിക്ക് എന്ത് തോന്നി? ഭയങ്കര സന്തോഷം തോന്നി. ഒരു ഗുരുവിനെ പോലെ, ഗുരു ആണല്ലോ. അപ്പോൾ തൻ്റെ ജീവിതം ഇനി അഭിനയത്തിൻ്റെ ലോകത്തേക്കാണെന്ന് എപ്പോഴാണ് പരമ ചേച്ചി തിരിച്ചറിഞ്ഞത്? അന്നൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞ സിനിമ. എനിക്ക് നാടകവും സംഗീതമായിട്ട് ഇങ്ങനെ പോകണം എന്നുള്ളതായിരുന്നു. പിന്നെ കുടുംബിനി സിനിമ എൻ്റെ ഗുരുനാഥൻ കൂടിയായിരുന്നു, LPR വർമ്മ. അദ്ദേഹമാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ അച്ഛനെ വിളിപ്പിച്ച് പറഞ്ഞു, അവൾക്ക് നല്ലൊരു വേഷം വന്നിട്ടുണ്ട്, അത് കളയരുത്, നാടകം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചിനെ കൊണ്ട് അത് ചെയ്യിക്കണം, നല്ല വേഷമാണ്, ടൈറ്റിൽ റോളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മനസ്സോടെ പോയതാണ്. പക്ഷെ അതിനു മുമ്പ് ഞാനൊന്ന് മോഹം കാണിച്ചിട്ടുണ്ട്. ശ്രീരാമ പട്ടാഭിഷേകം. അത് മണ്ടോദരി ആയിട്ടല്ലേ? അതന്നെ, രാവണന്റെ ഭാര്യ. അത് ഈ തങ്കപ്പ മാസ്റ്ററെ വിളിച്ചിട്ട് അന്ന് അങ്ങാര് ഞങ്ങളുടെ കാളിദാസ കലാകേന്ദ്രത്തിലുണ്ടായിരുന്നു, സിനിമയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സുബ്രഹ്മണ്യ മുതലാളി ചോദിച്ചു പോലും ഇങ്ങനെ, അപ്പോൾ അങ്ങനെ കാണാൻ കൊള്ളാവുന്ന കൊച്ചു പിള്ളേർ വല്ലവരും ഉണ്ടോ ഇങ്ങനെ ഒരു വേഷം ചെയ്യാൻ. അങ്ങനെ വെറുതെ പോയതാ, പുള്ളി കാണാൻ വിളിപ്പിച്ചതാ. അപ്പോൾ ആ വേഷമൊക്കെ ഒന്ന് ഇട്ടിട്ട് വന്നാട്ടെ പൊന്നമ്മ എന്ന് പറഞ്ഞു. വേഷം ഇട്ടിട്ട് വന്നു, അത് ഷൂട്ട് ചെയ്തു. ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞില്ല. രാവണന്റെ സന്നിധിയിലേക്ക് ചെന്ന് ഇച്ചിരി അപ്പോൾ ഗ്ലിസറിനൊക്കെ അറിയാം സ്റ്റേജിൽ, ഇച്ചിരി ഗ്ലിസറിനൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു വാ പൊന്നമ്മ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു വന്നാൽ അവർ ഷൂട്ട് ചെയ്തു. അങ്ങനെ മണ്ടോദരിയായി.
സിനിമയിലേക്ക് സിനിമയിൽ ആദ്യം അതൊരു വലിയ വേഷമൊന്നും ആയിരുന്നില്ല, ചെറിയ വേഷമായിരുന്നു. എങ്കിലും സിനിമയിൽ കാല് വെച്ചത് ക്യാമറയുടെ മുമ്പിൽ, മൂവി ക്യാമറയുടെ മുമ്പിൽ വന്നത് ഇതില്ല, ശ്രീരാമ. പക്ഷെ അതോട് കൂടിയിട്ട് സിനിമയിലെ ജൈത്രയാത്ര ചേച്ചി ആരംഭിച്ചു. കുടുംബിനി ഭർത്താവ്, ഓടയിൽ നിന്ന്, പ്രേം നസീറിന്റെ നായികയായിരുന്നു. അല്ലല്ല, എന്താണ് ആ പടത്തിന്റെ പേര് മറന്നുപോയല്ലോ. അയ്യോ, ഒരു വിജയാനന്ദ് എന്ന് പറഞ്ഞ ഒരാൾ. കൺമണികൾ. കൺമണി, ഇത് ഇവിടുന്ന് കിട്ടിയത് കൺമണികൾ. ചേച്ചിയുടെ ഓർമ്മ പോയാലും എനിക്ക് ഓർമ്മ പോകില്ല കേട്ടാ. എനിക്ക് കുട്ടിക്കാലത്തെയൊക്കെ നല്ല ഓർമ്മയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കാത്തതുകൊണ്ടായിരിക്കാം ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചിലതിങ്ങനെ. പൊന്നമ്മൻ ചേച്ചിയുടെ ഒരു അമ്മയുണ്ടെന്നുള്ള കാര്യം സിനിമാ സംവിധായകന്മാർ വളരെ ചെറുപ്പത്തിലെ കണ്ടുപിടിച്ചു. അല്ല, അത് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഞാൻ ഈ കരച്ചിൽ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ശശികുമാർ സാറിനോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ടൊരു വേഷം അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി, നടക്കത്തില്ല. ഞാൻ ചോദിച്ചു, എന്താണ്? നിങ്ങളിൽ മാതൃത്വമാണ് കൂടുതലും, നിങ്ങളുടെ മുഖം കണ്ടാൽ അങ്ങനെയാ തോന്നുന്നത്. ചേച്ചി ഒരു വില്ലത്തിയായിട്ട് ഞങ്ങൾ സങ്കല്പിക്കാൻ പറ്റും. അഥവാ ഇനി വില്ലത്തരം വല്ലതും മനസ്സിൽ വന്നാൽ തന്നെയും ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ കാരണം? ചേച്ചിയുടെ മുഖം അമ്മ, മാതൃത്വം, സ്നേഹം ഉണ്ട്, മനസ്സ് നിറയെ ഉണ്ട്. വരട്ടെ, ഒരാൾ വരാൻ പൊന്നി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മയായിട്ട് അഭിനയിക്കാൻ തുടങ്ങി. അത് ആരുടെ അമ്മ? തിക്കുറിശി, സത്യൻ, നസീർ, മധു, ഇവരെല്ലാം അമ്മയായിട്ട്. അപ്പോൾ നല്ല ഈ കറുത്ത മുടിയിൽ വെളുത്ത ചായം, അന്നൊക്കെ പൗഡറാണ് ഇടുന്നത് തലയിലൊക്കെ, ഒരുമാതിരി ഒരു ചായം പോലെ കലക്കൊക്കെ തലയിൽ തേക്കും, വിഗില്ലല്ലോ. അപ്പോൾ പൊന്നിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ ഈ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നല്ലോ, ഈ പ്രായത്തിൽ എനിക്ക് പറ്റിയ ക്യാരക്ടറല്ലല്ലോ തന്നിരിക്കുന്നത് എന്നെന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എനിക്ക് അമ്മ വേഷം ചെയ്യുന്നത് ഞാനതൊരു ക്രെഡിറ്റായിട്ട് എടുത്തു. തൊമ്മൻ്റെ മക്കൾ 19 വയസ്സിൽ അല്ലല്ല, 22 വയസ്സുണ്ടാവും. സത്യൻ്റെയും മധുൻ്റെയും. അതന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് ശശികുമാർ സാർ പറഞ്ഞ്, പൊന്നമ്മച്ചി എന്നാണ് എന്നെ വിളിക്കുന്നത്, പൊന്നമ്മച്ചി അത് ചെയ്യണ്ട. ഞാൻ ചോദിച്ചു, എന്തേ? ഓ, ഇവരുടെ രണ്ടുപേരുടെയും അമ്മയായിട്ട്. ഞാൻ ഒരു കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ താല്പര്യമാണ്. അങ്ങനെ പറഞ്ഞ് ഞാനായിട്ട് ചെയ്തതാണ് തൊമ്മൻ്റെ മക്കൾ. ശരിക്കും പൊന്നമ്മ ചേച്ചിയുടെ അച്ഛനാകാൻ വേണ്ടി പ്രായമുള്ള ആളായിരുന്നു സത്യൻ സാർ. 15-18 വയസ്സ് കൂടുതലുള്ള ആളായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട്. പക്ഷെ ആ സിനിമ 10-15 വർഷം കഴിഞ്ഞിട്ട് റീമേക്ക് ചെയ്തു. കണ്ടിട്ടില്ല ഈ സിനിമയൊന്നും. കണ്ടിട്ടില്ല? ഇല്ല. JB ജംഗ്ഷനിൽ വരണോ അഭിനയം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ മെലിഞ്ച് കുളുന്നതിനുള്ളൊരു അമ്മയാണ്. ശബ്ദം മാറിയിട്ടില്ല അല്ലേ? ശബ്ദം മാറിയിട്ടില്ല. പക്ഷെ മുഖത്തിന്റെ ആ ഭാവത്തിനൊന്നും വലിയ മാറ്റമില്ല. ഇല്ല. കുറച്ച് തടി വെച്ചൊന്നുമില്ലേ ഉള്ളൂ, വലിയ തടിയൊന്നുമില്ല കേട്ടോ. ആരെ പറഞ്ഞ തടിയുണ്ടെന്ന്? ഇപ്പം ഞാൻ കോയമ്പത്തൂർ പോയി ഒരു ചെറിയ ഒഴിച്ചിലൊക്കെ നടത്തിയിട്ട് വന്നത്. അതാണ് അപ്പം സൗന്ദര്യം കൂടിയത് പെട്ടെന്ന്. 84 കിലോയിൽ നിന്ന് 80 കിലോ ആയി. 4 കിലോ കുറഞ്ഞു, ഞാൻ അറിയാതെ. ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു 60-ലേക്ക് എത്തും. 69 ആയിട്ടുണ്ട്. 69-ലേക്ക് വരട്ടെ. എന്തിനാത് പിന്നെ ഇനിയും വേണ്ടാന്ന് വെക്കുന്നത്? ചേച്ചി വിചാരിച്ച് നടക്കാത്ത കാര്യമൊന്നുമില്ല. ഏതായാലും നല്ല നിശ്ചയദാർഢ്യമുള്ള. ഞാൻ ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കുന്ന ആളല്ല, വളരെ മിതമായിട്ട് വരട്ടെ ഒരാൾ. അമ്മ എന്ന് പറഞ്ഞാൽ മലയാള സിനിമാക്കാർ നമ്മൾ പൊന്നമ്മയുടെ മുഖം മനസ്സിൽ വരുള്ളൂ. ആറന്മുള പൊന്നമ്മ അമ്മയായിരുന്നു, സുകുമാരിയമ്മ അമ്മയായിരുന്നു, KPS അമ്മയാണ്. അനവധി നടികൾ അമ്മമാരെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കാരണം സത്യൻ്റെ അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്, പ്രേംനസീറിൻ്റെ അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്, മധുവിൻ്റെ അമ്മയുടെ അഭിനയിച്ചിട്ടുണ്ട്, അടുത്ത തലമുറയിൽപ്പെട്ടവരുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മാതൃത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരു വലിയ നടിയാണ് പൊന്നമ്മ. നന്മയുടെ പ്രതീകമായ അമ്മയാണ് ഹബീബ പൊന്നമ്മ. സത്യം പറയാമല്ലോ, മുഖസ്തുതിയല്ല. ഹബീബ പൊന്നമ്മയും വളരെ നന്മയുടെ ഒരു പ്രതീകം തന്നെയാണ്. വളരെ നല്ല സ്ത്രീയാണ്, എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ളവരാണ്. JB ജംഗ്ഷനിൽ നേരത്തെ വരേണ്ടതായിരുന്നു, ഇപ്പം തോന്നിയില്ലേ?
ഇത്രയും ഞാൻ നല്ല എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് പൊതുജനത്തോടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ചേച്ചിയോട് മാത്രമല്ല പറഞ്ഞത്, എന്നോട് മാത്രമല്ല പറഞ്ഞത്, ലക്ഷക്കണക്കിന് പ്രേക്ഷകരോടാണ് തമ്പി സാറ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആലുവയിലൊരു ഈ തെരുവിൽ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ജനസേവാ ശിശുഭവൻ. അപ്പോൾ അങ്ങാര് ജോസ് മാവേലി അങ്ങാര് 4-5 കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ 100-400 കുഞ്ഞുങ്ങളുണ്ട്. അവിടെ 2-3 പേര് ബാങ്ക് ജോലിക്കാരാണ്. പുറത്തും നല്ല ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. പിന്നെ അഭിനയത്തിലും ഇതിലും എല്ലാം വളരെ സമർത്ഥരായ കുഞ്ഞുങ്ങൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ നോക്കില്ല, അത്രയ്ക്കിഷ്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയങ്ങ് ചെന്ന പ്രതീതിയാണ്. ഭയങ്കര ഇതാണ്. പൊതുവേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടം. കുഞ്ഞുങ്ങളാണ് എൻ്റെ കൂട്ടുകാർ. അതുകൊണ്ടാണ് മനസ്സ് വയസ്സാവാത്തത്. അപ്പോൾ മനസ്സ് വയസ്സായിരിക്കാൻ വേണ്ടി കുട്ടികളെ കൂട്ടുപിടിച്ചിരിക്കും. അയ്യയ്യേ, അങ്ങനെയല്ല. കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെ എനിക്ക് മനസ്സ് ഇഷ്ടമാണ്. നിറയും. മനസ്സ് നിറയും. അതാണ് അമ്മ. അതുകൊണ്ടാണ് തമ്പി സാറ് പറഞ്ഞത്, ഇത് വെറും സിനിമയിലെ അമ്മയല്ല, അല്ല, ഒരിക്കലും അല്ല, യഥാർത്ഥ ജീവിതത്തിലെ അമ്മയാണ് പൊന്നമ്മ ചേച്ചി. ഞാനിങ്ങനെ കാറിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ സ്കൂൾ ബസ്സൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചോ, ഏതെങ്കിലും ഒരുത്തൻ കണ്ടാൽ മതി, പിന്നെ എല്ലാം കൂടെ എണ്ണീറ്റിരുന്ന് കൈ കാണിക്കുക എടുക്കുക. പക്ഷെ ഇടയ്ക്കൊന്ന് ചെറിയ നെഗറ്റീവ് ടച്ചൊക്കെ ഉള്ള സിനിമ ചെയ്തിട്ടുണ്ട്. പോപ്പോള് ചെയ്ത് അതിനകത്ത് മോള് പിഴച്ചു പ്രസവിക്കുന്ന ഒരു മോനുണ്ടല്ലോ. അപ്പം അതിനോട് എന്തോ ഇങ്ങനെ കഞ്ഞിയുടെ തട്ട് ഇങ്ങനെ മാറ്റി വെച്ച് വേണമെങ്കിൽ നക്കി കുടിക്കുന്നോ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പൊന്നമ്മ ചേച്ചിയുടെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. പൊന്നമ്മ ചേച്ചിയുടെ വായിന്ന് ഞങ്ങൾക്കിത് കേൾക്കാൻ പറ്റില്ല. അതാണ് ഒരുപാട് കത്തുകൾ. വൈവിധ്യമാർന്ന മുഹൂർത്തങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടി കഴിവുണ്ടായിരുന്നൊരു നടിയെ ഈ മാതൃത്വം അല്ല. പക്ഷേ എനിക്കിപ്പോൾ അത് വേണ്ടാന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഇതിൽ അല്പം ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, അല്പമല്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. പിന്നെ തീർച്ചയായിട്ടും സ്വന്തം ഭർത്താവിനെ ചതിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടിയൊരു സിനിമയാണ്. അതെ, ഇങ്ങനെയൊരു സിനിമ ഇനി മലയാള സിനിമയിൽ ആർക്കും എടുക്കാൻ പറ്റില്ല. ഇത്രയും ധീരമായിട്ടുള്ള ഒരു അതാണ് എം ടി വാസുദേവൻ നായർ. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടമായതുകൊണ്ടാണ് എം ടി ധൈര്യപ്പെട്ടത്. ഇന്ന് എം ടി ഇങ്ങനൊരു സിനിമ എഴുതാൻ ധൈര്യപ്പെടില്ല. ശരി, ഇങ്ങനൊരു സിനിമ എടുത്താൽ വേണം തിയേറ്റർ കത്തിക്കും. നമ്മുടെ സമൂഹം അങ്ങോട്ട് പിന്നോട്ടാണ് പോയത്, മുമ്പോട്ടല്ല പോയത്. പൊന്നമ്മ ചേച്ചി പഴയ ഒരു സർഗാത്മകത, പുരോഗമന ഭാവമൊന്നും ഇന്ന് പ്രേക്ഷകരിലില്ല. മനുഷ്യൻ വീണ്ടും വാൻഡറാകാൻ വേണ്ടിയിട്ടുള്ള പരിണാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കലാകാരൻ്റെ ബോൾഡ് ഇനിഷ്യേറ്റീവ്സിനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല. ദാസേട്ടനെ കുറിച്ച് പറഞ്ഞ പോലെ ചിലർക്കൊന്നും അങ്ങനെ മാറാൻ ഒക്കില്ല. ഞാനൊക്കെ എന്താ പറയുക, ഇച്ചിരി വേഷഭൂഷാദികളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് എൻ്റെ മനസ്സിപ്പോഴും എന്താ പറയുക, നാട്ടുംപുറത്തുകാരിയുടെ മനസ്സ് തന്നെയാണ് എനിക്ക്. നാട്ടുംപുറത്തുകാരിയാണ്. ഞാൻ 10 വയസ്സ് വരയ്ക്കും വളർന്നതും ഞാൻ പറഞ്ഞു പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 6.5 ഏക്കർ സ്ഥലത്ത് അതിൻ്റെ നടുക്കൊരു വീട്, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല. അത് കവിയൂരിൽ നിന്ന് അങ്ങോട്ടാണ് മാറിയത്. എന്താ ചെറിയ കുടുംബ പ്രശ്നം, അതെപ്പോഴും അച്ഛനുമായിട്ട് എന്തോ പ്രശ്നം അങ്ങോട്ട് മാറി അവിടെയാണ് വളർന്നത്. അപ്പം ഞാൻ ഈ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ നടവഴി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലെ നടന്നു വരുമ്പോൾ പോലെ ഈ ചേരയൊക്കെ കിടക്കും ചിലപ്പോൾ ക്രോസായിട്ട്. അത് പോകുന്നവരെ ഞാനവിടെ നോക്കി നിൽക്കും, പാമ്പിനെ നോക്കി നിൽക്കും. അത് പോകാണ്ട് ഒരു കല്ലെടുത്തെറിയോ ഒന്നും ചെയ്യില്ല. ആരെ ദ്രോഹിച്ചിട്ടില്ല, ഉറുമ്പിനെ പോലും. പക്ഷെ ഒരുപാട് പേര് ചേച്ചിയെ ദ്രോഹിച്ചു, അങ്ങനെ ഒരുപാട് മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുണ്ട്. പക്ഷെ അവരോട് ദേഷ്യമൊന്നുമില്ല. എന്തിനാ, നമ്മൾ ജനിക്കുന്നു, എന്തായാലും മരിക്കുമെന്നല്ല ആരും ചിന്തിക്കുന്നില്ല. മരിക്കുമെന്നുള്ളതൊരു സത്യമാണല്ലോ.
പക്ഷെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അന്ന് ചേച്ചിയുടെ ഒരു കുടുംബ സാഹചര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ നല്ലൊരു കലാകാരൻ, അല്ലെങ്കിൽ ഒരു സർഗാത്മകതയുള്ള ആള്, പുരോഗമന രാഷ്ട്രീയം പോലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുറച്ച് ഒരു അല്പം ഇടത് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കാണാൻ ഭയങ്കര സുന്ദരനായിരുന്നു. ആ സൗന്ദര്യമാണ് കിട്ടിയിരിക്കുന്നത്. ഏയ് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. ഇല്ല. ഏയ് അച്ഛൻ നല്ല വെളുത്ത് തൊട്ടിട്ട് നല്ല ചുരുണ്ട മുടിയും. അച്ഛൻ ഞാൻ ഈ 5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ത്യാഗരാജ ഭാഗവതർ കേട്ടിട്ടുണ്ട്. പഴയ ത്യാഗരാജ ഭാഗവതർ. അങ്ങയുടെ പാട്ടുകളൊക്കെ ഇരുന്ന് ഉറച്ചു പാടും. അപ്പം ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. പൊൻകുന്നം കഴിഞ്ഞ ശേഷം പിന്നെ ചങ്ങനാശ്ശേരിക്ക് പോയി LPRന്റെ കൂടെ സംഗീതം പഠിക്കാൻ വേണ്ടി. ചേച്ചിയെ സംഗീതം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷെ അങ്ങോട്ട് മാറിയത്. അതെ അല്ലേ? ചങ്ങനാശ്ശേരി പക്ഷേ ഇപ്പോഴും എന്തോ ഒരു സാധനം മനസ്സിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്തായാലും സത്യമല്ലേ ഇവിടെ പറയുള്ളൂ. അത്രയേ ഉള്ളൂ. എല്ലാവരും കേട്ടതാണല്ലോ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വീട് മാറുകയാണോ? വാടക വീടായിരുന്നു അല്ലേ? അതെ. അരങ്ങേറ്റത്തിനായിട്ട് മാറുന്നതിൻ്റെ തലേദിവസവും അതിന് 2 ദിവസം മുമ്പോ? ഒരു ചെറുപ്പക്കാരനല്ല, 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സ്. അത് എത്ര വയസ്സുണ്ട്? 10 വയസ്സ്. 10 വയസ്സുള്ള പൊന്നമ്മയ്ക്ക് ഒരു ഇണപ്രാവുകൾ എന്ന് പറയുന്ന പുസ്തകം കൊണ്ട് ഇണപ്രാവുകൾ എന്നുള്ള പുസ്തകം സമ്മാനിക്കുന്നു. ശരിയാ. പൊതിഞ്ഞാ കൊണ്ട് തന്നത്. അപ്പോൾ അച്ഛനുണ്ടല്ലോ, അച്ഛൻ കൊന്ന് ഓടി അകത്ത് വന്നത്. ഞാനിങ്ങനെ വേഗം മറിച്ച് നോക്കിയപ്പോൾ 4 വരികൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ വരികൾ? ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയുണ്ട്. കാണപ്പെടാത്തതാം ആകാശവീതിയിൽ കാണപ്പെടാത്ത ആകാശവീതി. 4 വരികൾ സത്യമായിട്ടും എനിക്ക് ഓർമ്മ വരുന്നു. ആ വരികൾ ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല, 4 വരികൾ ഓർമ്മയുണ്ട്. അമ്മയാണ് ഇല്ല. ഓക്കെ, ശരി, വിട്ടു. എന്നാലും ഒരു വരി ഓർമ്മയുണ്ടല്ലോ. ആ ചെറുപ്പക്കാരൻ്റെ മുഖം ഓർമ്മയുണ്ട്? അപ്പോൾ ഇല്ലില്ല, ഞാൻ ഓടി ഇത് കണ്ടത്, ഞാൻ ഓടി പുറത്തേക്ക് വന്നപ്പോൾ ആള് പോയി. അപ്പോൾ പിന്നീട് കാണാൻ ഒരു വ്യക്തിയാണ്, ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പോഴും കാണാൻ ആഗ്രഹമുണ്ട്? ഉണ്ടാവില്ല. ഇപ്പം ഉണ്ട്. എന്തിനാ ഇങ്ങനെ വലിയ വളച്ചുകെട്ടി പറഞ്ഞ? ഉണ്ടാകും ചിലപ്പോൾ. ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോരാ. നേരെ മലയാളം അറിഞ്ഞൂടാ. അറിയില്ല. ആണോ? ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് മരിച്ചു നിൽക്കുന്നു. ഒരിക്കലും ഞാൻ ലോകത്ത് ഞാൻ കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഈ അമ്മ പറഞ്ഞ മറുപടി ഉണ്ടാകും ചിലപ്പോൾ. അപ്പം ഞാനതിനെ ചുരുക്കി, അധികം സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി. അതിൻ്റെ മലയാളം ഉണ്ട്. ഞങ്ങൾ തേടി പിടിക്കട്ടെ ആളെ. തേടി പിടിച്ചാൽ എനിക്ക് എന്ത് സമ്മാനം തരും? പറ. എന്ത് ചോദിച്ചാലും തരും. ഇത് ചെറിയ കാര്യമല്ല, ഒന്ന് കൈയടിച്ചു കൊടുക്ക്. ഒന്ന് കണ്ടാൽ മതി. അന്നത്തെ ആ കൊച്ച് ആ 11ാം വയസ്സിൽ 16ാം വയസ്സുകാരനായി വന്ന് ഇണപ്രാവുകൾ എന്ന് പറഞ്ഞ ആ പുസ്തകം സമ്മാനിച്ച് പ്രണയത്തിൻ്റെ ആദ്യത്തെ ഒരു സമ്മാനപ്പൊതി നൽകിയ ആ ചെറുപ്പക്കാരനിപ്പോൾ വയസ്സ് 70, 72. പോരാ 75 ആയില്ലേ? ഒരു 75 വയസ്സ് വരും. ഞങ്ങൾ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് നിങ്ങൾ രണ്ടുപേരും കൊണ്ട് നിർത്തി കഴിഞ്ഞ് ഞാൻ ക്യാമറ റോൾ ചെയ്യും. അയ്യോ നാരായണ. അപ്പൊ എന്തായിരിക്കും പ്രശ്നം? ഇനി നഖം വെച്ചിട്ട് വിരൽ വെച്ചിട്ട് അവിടെ എഴുതുകയും ചെയ്യരുത്. അയ്യോ പിന്നെ എന്തായാലും അദ്ദേഹം ചങ്ങനാശ്ശേരി ഭാഗത്തുണ്ട്. ഇത് ആ മൂപ്പർ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോൺ ബെറ്റാസിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ബന്ധപ്പെടുത്തും നിങ്ങളെ. അയ്യോ എൻ്റെ ദൈവമേ. ചേച്ചി, ഇതൊക്കെ ഒരു തമാശയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രായമാകും തോറും നമ്മുടെ
ആദ്യകാലങ്ങളിലെ ചെറിയ ചെറിയ മുഹൂർത്തങ്ങൾ വലിയ വലിയ ഓർമ്മകളായിട്ട് മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പക്ഷേ അടുത്ത കാലത്ത് സംഭവിച്ചു ഒന്നും വേണമെങ്കിൽ അല്ല ഓർക്കുന്നുണ്ടാവില്ല. ശരിയാണത്, സത്യമാണ്. സത്യമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 11ാം വയസ്സിലെ ആ സാധനം ഇങ്ങനെ നേരത്തെ ചെറിയൊരു ക്രിക്കറ്റ് ബോളായിരുന്നു, പിന്നീട് അത് ഫുട്ബോളായി, പിന്നീട് അത് ബാസ്കറ്റ് ബോളായി. പ്രത്യേകിച്ച് ആദ്യ പ്രണയം, ആദ്യ പാട്ട്, ആദ്യ സിനിമ പറയല്ലേ. അയ്യോ നാണിക്കുന്നുണ്ട് ഇപ്പോൾ. ഓ, ചേച്ചിയുടെ നാടൻ കാണാൻ വേണ്ടി എത്ര കാലമായിട്ട് ഞാൻ കാത്തിരുന്ന. പാടി അഭിനയിച്ചു, ചെറിയ കാര്യമല്ല ചേച്ചി. ഒരുപക്ഷെ 5 പതിറ്റാണ്ട് കാലത്തെ നീണ്ട അഭിനയ സബരിയിൽ ഇതുപോലുള്ള അമൂല്യങ്ങളായിട്ടുള്ള പാട്ടുകൾ, അഭിനയ മുഹൂർത്തങ്ങൾ, തീഷ്ണമായിട്ടുള്ള രംഗങ്ങൾ, സൗഹൃദങ്ങൾ, ഇതൊക്കെയാണ് ചേച്ചിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. കണ്ണ് നിറയേണ്ട ഒരു സംഭവം. ഒരു ജീവിത വിജയത്തിൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മുത്തുമണികളാണ്. ചേച്ചിക്ക് കോർക്കാൻ വേണ്ടി ഒരുപാട് മുത്തുമണികളുണ്ട്. 1, 2, 3 മാല വേണേ ഉണ്ടാക്കാം, അത്രത്തോളം മുഹൂർത്തങ്ങൾ. ഇതൊക്കെ ചേച്ചിയെ JB ജംഗ്ഷനിൽ കൊണ്ടിരുത്തി ചേച്ചിക്ക് ഒരിക്കലും പുറത്തുനിന്ന് കിട്ടാതിരുന്ന ഈ സൗഭാഗ്യം ഒന്ന് കാട്ടിത്തറന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഇത് കേൾപ്പിച്ചത്. സിനിമയിൽ സജീവമാകുന്നു. ഈ പാട്ടുകളൊക്കെ മറന്നു, നാടക കളരി മറന്നു, കാളിദാസ കലാകേന്ദ്രം പോയി സിനിമയിൽ തിളങ്ങി തുടങ്ങി. ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ. അങ്ങനെ സിനിമാക്കാരിയായി. ഞാൻ സിനിമാക്കാരിയല്ല, അത് അവിടെ തന്നെ ആ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ ഞാൻ സിനിമാക്കാരിയാവൂ. ആ സമയത്ത് സിനിമാക്കാരി, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കവിയൂർ, തനി നാട്ടുകാരി, പൊൻകുന്നം, കവിയൂര്, ചങ്ങനാശ്ശേരി, തനി നാട്ടുംപുറത്തുകാരിയാണ്. ഇപ്പോഴും അതെ, വീട്ടിലും അതെ, ഇപ്പോഴും വീട്ടിലങ്ങനെ തന്നെയാണ്. ശശികുമാർ സാറിലെ പിന്നെ വില്ലത്തിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ചില ആൾക്കാർ, ഞാൻ നേരത്തെ നിർമ്മാല്യം പോലുള്ള സിനിമകൾ കാണിച്ചു, അവിടെയൊക്കെ വില്ലത്തിയായി. പക്ഷേ അതിൻ്റെ മിഴിവിനെക്കുറിച്ചും മികവിനെക്കുറിച്ചൊക്കെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. ഒരാളെ ഞാൻ കൊണ്ടുവരാം, നോക്കട്ടെ ആരാന്ന്. ചേച്ചി നെഗറ്റീവ് റോൾസ് കൈകാര്യം ചെയ്താൽ അത് പ്രേക്ഷകർ അത്ര താല്പര്യത്തോടെ സ്വീകരിക്കാറില്ല. അല്പം നെഗറ്റീവ് ഷെയ്ഡോടെ കരിനിഴൽ എന്ന ചിത്രത്തിൽ ചേച്ചി ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ വേഷം അഭിനയിച്ചപ്പോൾ ചേച്ചിക്ക് മനസ്സിലുണ്ടായ വികാരം എന്താണ്, പ്രേക്ഷകർ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? അത്തരം വേഷങ്ങൾ ഇനി വന്നാൽ സ്വീകരിക്കുമോ? കരിനിഴൽ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു വേഷം? ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ളൊരു സ്ലീവ്ലെസ്സും, അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ചെയ്തതാണ്. സ്ലീവ്ലെസ്, മറ്റേ ഹൈ ഹീൽഡ് ചെരുപ്പ്, പിന്നെ കയ്യിലൊരു വാനിറ്റി ബാഗ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കറക്കി അല്ലേ? അപ്പം അന്ന് സത്യമാഷ് തന്നെ പറഞ്ഞു, തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാണോ ഇത് ചെയ്തേ എന്നൊക്കെ ചോദിച്ചു. പുള്ളിയാളെ അങ്ങ് വെട്ടി തുറന്ന് പറയും, ഒന്നും വെക്കില്ല. സെറ്റിൽ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. ഒരു പഴയ വൈറ്റ് ഫിയറ്റ്, അതിൽ വന്ന് നിന്ന് ഡോർ അങ്ങോട്ട് തുറന്ന് ഒരു കാല് താഴത്ത് വെച്ച് നമ്മെ കൈവച്ചൊരു നോട്ടമുണ്ട്. പിള്ളേരൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഭയങ്കര സ്നേഹവും നന്മയുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ പുള്ളിയൊന്നും പുറത്തേക്ക് കാണിക്കാൻ അറിയില്ല. സ്നേഹം പുറത്തേക്ക് കാണിക്കാൻ അറിയില്ല. കാണുന്നവർക്കും തോന്നും, ഇയാളൊരു മുരടനാണല്ലോ. പുള്ളി ഒരു പോലീസുകാരായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവവും പുറത്തെടുത്ത് കാണിച്ചു. പക്ഷെ ഉള്ളില് പട്ടുപുറത്ത് മനുഷ്യനായിരുന്നു, പാവമായിരുന്നു. നല്ല സത്യമാഷ് പറഞ്ഞു, എന്തിനാണ് പൊന്നമ്മ ഈ പണിക്ക് പോയത്? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ടായിരുന്നല്ലോ. അപ്പോൾ തോന്നിയോ വെറുതെ എന്തിനാണ് ഈ റോൾ ചെയ്തത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ എനിക്ക് അത് ആ റോള് ഒട്ടും ഇഷ്ടമില്ലാണ്ട് ചെയ്തത്. പിന്നെ എമ്മ ജോസഫും അവരൊക്കെ നിർബന്ധിച്ച്, പുള്ളിയാണ് മുടിക്കെട്ടൊക്കെ ശരിയാക്കി. എമ്മ ജോസഫ് അതൊരിക്കലും എനിക്ക് യോജിക്കില്ല. എൻ്റെ മനസ്സിനൊരിക്കലും അത് ഇഷ്ടപ്പെടാൻ പറ്റില്ല അങ്ങനത്തെ വേഷങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ഒരുപാട് വേഷങ്ങൾ ചേച്ചി തിരസ്കരിച്ചിട്ടുണ്ടാവും, വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് പേര് സമീപിച്ചിട്ടുണ്ടാവില്ല പല വേഷത്തിനും, വേണ്ടാന്ന് പറഞ്ഞു.
ഒരു സിനിമാ നടി എന്നതിലുപരിയായിട്ടൊരു സഹോദരിയെ പോലെ ആയിരുന്നു എനിക്കന്ന് കവിയൂർ പൊന്നമ്മ. ചിത്രമേള നിർമ്മിച്ചത് TS മുത്തയ്യ സാറാണ്, പ്രശസ്ത നടൻ. അപ്പോൾ മുത്തയ്യ സാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പ്രേംനസീർ താമസിക്കുന്നത്, നസീർ സാർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ചിത്രമേളയുടെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ മണിസ്വാമി എന്ന MK വെങ്കടാദ്രി, അതായത് കവിയൂർ പൊന്നമ്മയുടെ ഭർത്താവ്, മുത്തയ്യ സാറിൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ട് എപ്പോഴും ഡിസ്കഷനിൽ കൂടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി. അങ്ങനെ ആ സൗഹൃദത്തിലൂടെ ഞാൻ മണിസ്വാമിയും പൊന്നമ്മയും താമസിക്കുന്ന വീട്ടിൽ പതിവായി പോകാറുണ്ടായിരുന്നു. ഞാനും പൊന്നമ്മയും തമ്മിലുള്ള ബന്ധം അനുസ്യൂതം തുടർന്നു വന്നു. എൻ്റെ പല പടങ്ങളിലും പൊന്നമ്മ അഭിനയിച്ചു. ഞാൻ നിർമ്മിച്ച പടങ്ങളിലും സംവിധാനം ചെയ്ത പടങ്ങളിലും. പഴയ കാലത്തെക്കുറിച്ച് തമ്പിസാറ് നല്ല ഓർമ്മയാണ്. ഒരു സഹോദരിയായിട്ട് തമ്പിസാറ് പൊന്നമ്മ ചേച്ചി തീർച്ചയായിട്ടും എന്നോട് വലിയ കാര്യമായിരുന്നു. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടി? ഇതാരാന്നറിയോ? ഇല്ല. ആരാന്ന് പറ. അയ്യടാ, എൻ്റെ ഭർത്താവ് മണിസ്വാമി. ചേച്ചിക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരുപാട് വികാരങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ ചേച്ചിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു സ്ഥാനവും പദവിയുണ്ട്. അതായത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങൾ. ഞാൻ എത്രത്തോളം സോഫ്റ്റാണോ അത്രത്തോളം ദേഷ്യക്കാരനായിരുന്നു. എന്നോട് സത്യം പറഞ്ഞാൽ സ്നേഹമായിട്ട് പെരുമാറിയിട്ടേയില്ല ഒരു പ്രാവശ്യം പോലും, ഒരിക്കലും. പക്ഷേ എൻ്റെ അടുത്ത് കിടന്നാണ് മരിച്ചത് കേട്ടോ. പുള്ളി ഒറ്റയ്ക്ക് താമസിക്കായിരുന്നു ഗുരു. ഞാനത് ചേച്ചിക്ക് അറിയാവുന്ന ഒരാളിൽ നിന്ന് ഞാൻ അറിഞ്ഞത്, അതായത് ചേച്ചി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു, ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് ജീവിച്ചു, സ്വതന്ത്രയായി ജീവിച്ചു. പക്ഷേ അവസാന കാലത്ത് ഭർത്താവിൻ്റെ ദുർഗതി കണ്ടിട്ട് കൂടെ കണ്ടുവന്ന് താമസിപ്പിച്ച് ശുശ്രൂഷിച്ച് സമാധാനം നൽകി മരണത്തിൻ്റെ ആ വക്കിൽ നിന്ന് അദ്ദേഹത്തിന് സമാധാനം കൊടുത്ത് യാത്രയാക്കി. അവസാനമായപ്പോൾ ഒരു 10-12 ദിവസം സംസാരിക്കാൻ പറ്റാണ്ടായി. എൻ്റെ ബ്രദറിൻ്റെ വൈഫും ഒക്കെ എപ്പോഴും വന്ന് നോക്കുമായിരുന്നു കേട്ടോ. ചിലപ്പോൾ എനിക്ക് ആലോചിക്കുമ്പം ദേഷ്യമല്ല, ഒരുമാതിരി വെറുപ്പ് പോലെ വരുമായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അമൃതയിൽ പോയി ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരുമ്പം പുള്ളി എത്തുന്നതിന് മുമ്പേ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു, ഏറിയ 2-3 മാസമേ ഉണ്ടാവുള്ളൂ, എന്താഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിക്കും, എന്തിനാ ഇത്, ഇനി എത്ര കാലമാണ് ജീവിക്കണേ എന്ന് വിചാരിക്കും. പഴയ കൈപ്പേറിയ സംഭവങ്ങളൊക്കെ അവിടെ മറന്നു. ഒരുപാട് ദ്രോഹിച്ചല്ലേ, പീഡിപ്പിച്ചു. ഒരു ഭർത്താവ് എന്ത് ആകരുതെന്നുള്ളതിന് മാതൃകയായിരുന്നു മനസ്സിലാക്കി. അതാണ് അതിൻ്റെ ആകത്തുക. കഷ്ടപ്പെട്ടു. എന്തിനായിരുന്നു എന്നൊരു പിടിയും കിട്ടിയിട്ടില്ല എനിക്ക്, ഇന്നും പിടി കിട്ടിയിട്ടില്ല. അവസാന കാലത്ത് വല്ലതും മൂപ്പർ പറയാൻ ശ്രമിച്ചു. അത് ശബ്ദം പോയതിന് ശേഷമാണ് എൻ്റെ കൈ പിടിച്ച് കരയുമായിരുന്നു. ആ കരച്ചിലിൽ ഒരുപാട് വാചകങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് പരിഭാഷപ്പെടുത്താൻ ഒരു യന്ത്രവും ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ വലിയൊരു കഥ പറഞ്ഞേ. പക്ഷെ അവസാനം പുള്ളി ഒരുപാട് ദുഃഖിച്ചു. എന്തൊക്കെയോ എന്നോട് പറയണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഭാവം നമുക്ക് മനസ്സിലാവുമല്ലോ, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തുടക്കത്തിൻ്റെ താളപ്പഴയായിരുന്നു. കല്യാണം കഴിച്ച ഉടനെ താളപ്പഴയായിരുന്നു. യഥാർത്ഥം നിങ്ങൾ തമ്മിൽ യാതൊരു ചേർച്ചയുണ്ടായിരുന്നു. പക്ഷെ പ്രണയിച്ചാണ് കഴിച്ചത്. ആര്? ഇല്ല. പിന്നെ എന്തിനു കഴിച്ചു? അത് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയണം. ആളിനെ ചോദിക്കില്ലെങ്കിലേ പറയുള്ളൂ. ചോദിക്കില്ല. എനിക്ക് ചെറിയല്ല ഒരിഷ്ടമുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു, ഒരിഷ്ടമുണ്ടായിരുന്നു. അത് യാതൊരു തരത്തിലുള്ള തെറ്റായ ഇതും അതിൽ വിചാരിക്കരുത്. വളരെ പരിശുദ്ധമായ ഒരിഷ്ടം. കല്യാണം കഴിച്ചേനെ, പക്ഷേ എന്നോട് മതം മാറണമെന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്ക് താഴെ പെൺകുട്ടികളൊക്കെ ഉണ്ട്, അവിടെ ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അച്ഛനോടൊക്കെ പോയി സംസാരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് മതം മാറണമെന്ന് പറഞ്ഞു. അത് മാത്രം നടക്കില്ല എന്ന് പറഞ്ഞു. മതമൊന്നും ജാതി അന്വേഷിച്ചിട്ടല്ലല്ലോ ഇഷ്ടപ്പെട്ട്. അപ്പോൾ അത് നടക്കില്ല. എനിക്ക് സഹോദരിമാരുണ്ട്, ഞാൻ എൻ്റെ കുടുംബമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബം നോക്കണം, അത് നടക്കില്ല. അങ്ങനെ അത് ഒഴിവായ സമയം പുള്ളി എന്നോട് നേരിട്ട് വന്ന് ചോദിക്കുക ചെയ്ത്. റോസി എന്നുള്ള സിനിമയുടെ നിർമ്മാതാവായി. അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചത് ബ്രാഹ്മണനാണ്, സാത്വികനായിരിക്കും, പഠിച്ചവനാണ്, എൻ്റെ കുടുംബം രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചു. എല്ലാം തകിടം മറിഞ്ഞ് നേരെ ഓപ്പോസിറ്റായി. ചേച്ചി അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയുടെ നിർമ്മാതാവായിരുന്നു. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള പ്രേക്ഷകർ ചിന്തിക്കുക, അല്ലെങ്കിൽ സിനിമാ ആസ്വാദകർ ചിന്തിക്കുക, സിനിമയുടെ നിർമ്മാതാവുമായിട്ട് ആ സിനിമയിലെ നടി ഒരു പ്രണയത്തിലേർപ്പെട്ടു. പക്ഷേ ചേച്ചി പറഞ്ഞ വളരെ വ്യക്തമാണ്, അതായത് ഒരു പ്രണയം അവസാനിച്ചതിൻ്റെ പഴയ TS മുത്തയ്യ കേട്ടിട്ടുണ്ടോ? TS മുത്തയ്യ അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, കാത്താലെ വന്ന, തമിഴ് മനസ്സിലാവോ? കാത്താലെ വന്ന ഒരു ഗുഡ് മോർണിംഗ് ചൊല്ലക്കൂടാതെ അവനക്ക് അന്താൾ പ്രൊഡ്യൂസർ അല്ലവാ, ഏതാണ് പേശൻ എന്നൊക്കെ പറയേണ്ടത്. നീ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൂടെ, നിനക്ക് എന്തെങ്കിലും ഒന്ന് അയാളോട് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അത്ര പോലും മൈൻഡ് ചെയ്യാതിരുന്നൊരു വ്യക്തിയാണ്.